രാവിലെ കട്ടൻ ചായയാണ് കുടിച്ചത്. കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ഛൻ കാണാത്തതുകൊണ്ട് ഞാൻ വലിയ നൂൽപുട്ടാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ നൂൽപുട്ടും മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചെടിയൊക്കെ നനയ്ക്കുണ്ടായിരുന്നു. ചെടിയും നനച്ച് കൂടെ ഞാൻ ചെറുതായിട്ട് നട്ട പച്ചക്കറിയുടെയൊക്കെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വന്നിട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ വെള്ളം നനച്ച് കൊടുത്തത് കടയിൽ നിന്ന് കൊണ്ടുവന്ന ചീരയുടെ കമ്പൊക്കെ വെച്ചതാട്ടോ മുള വന്നത്. പിന്നെ തക്കാളിയുടേതും ഉള്ളിയുടെയും പിന്നെ ചീരയുടെ ഒക്കെ വിത്തിട്ടതൊക്കെ മുളയൊക്കെ വന്ന് ഇത്രയും പൊങ്ങിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ബീട്രൂട്ട് തോരനും പയറുകറിയൊക്കെ കൂട്ടി ചോറുണ്ടു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനൊരു ഉണ്ടംപൊരി ഉണ്ടാക്കി. അതിങ്ങനെയായി പോയിട്ടോ. പിന്നെ ആ കൊഴുക്കട്ട കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചേച്ചിയുടെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം, അവളെ ബർത്ത്ഡേ ആട്ടോ നാളെ. അങ്ങനെ സ്റ്റുഡിയോ ചെന്നപ്പോൾ അവിടുത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ട്രെൻഡ്സിൽ ചെന്നു. ട്രെൻഡ്സിന് കിട്ടിട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ചേട്ടൻ സ്റ്റൈലൂണിൽ പോയിട്ട് ചേട്ടന് സ്റ്റൈലായിട്ട് 2 ഷർട്ടും പാൻറ്റൊക്കെ മേടിച്ചിട്ട് വന്നു. പാവം ഞാൻ അതൊക്കെ തൂക്കിക്കൊണ്ട് വീട്ടിൽ പോകാട്ടോ. അങ്ങനെ ഞങ്ങൾ അവക്കാടോ കുടിക്കാൻ വേണ്ടി വന്നപ്പം അവിടെ കൊടുക്കത്തില്ല. അപ്പം പിന്നെ നമ്മൾ KFC പോയി. KFC ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ റാപ്പൊക്കെ. അങ്ങനെ ചിക്കൻ റാപ്പും കൊക്കോക്കോളയൊക്കെ മേടിച്ചു. കൊക്കോക്കോള ഞാൻ കുടിക്കത്തില്ല, അത് 2 ചേട്ടൻ തന്നെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുട്ടിയുടെ ബർത്ത്ഡേ ഒരു കഫേ വെച്ചിട്ട് നടത്താമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ തലേദിവസം പോയിട്ട് അവരോട് പറയണം. അങ്ങനെ ഞാനും ചേട്ടനും അവിടെ പോയിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു.